എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ഫസ്റ്റ് വേർഡാണ് യഥാർത്ഥമായ അല്ലെങ്കിൽ വാസ്തവമായ, സത്യമായ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ജെന്യുവിൻ. ജെന്യുവിൻ. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതൊരു യഥാർത്ഥമായ അല്ലെങ്കിൽ സത്യത്തിലുള്ള ഒരു കാരണമാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ഇറ്റ് എ ജെന്യുവിൻ റീസൺ? ഈസ് ഇറ്റ് എ ജെന്യുവിൻ റീസൺ? അതായത് അത് യഥാർത്ഥത്തിലുള്ള കാരണമാണോ എന്നാണ് മീനിങ്. അടുത്തത് അപേക്ഷിക്കുക. അപേക്ഷിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? അപ്ലൈ. അപ്ലൈ. അപ്പോൾ ഞാനൊരു പുതിയ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും? I have applied for a new job. I have applied for a new job എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പുതിയ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മീനിങ്. I have applied for a new job. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എപ്പോഴും വേർബിൻ്റെ V3 ഫോമാണ് വരേണ്ടത്. അപ്ലൈഡ്, അപ്ലൈഡ്, അപ്ലൈഡ്. അപ്പം V3 ഫോം അപ്ലൈഡ് ആണ്. സോ I have applied for a new job. ഇനി അടുത്തത് നമ്മൾ പറയത്തില്ലേ നഷ്ടപ്പെടുക. നഷ്ടപ്പെടുക എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? മിസ്. അപ്പോൾ നമുക്കിങ്ങനെ പറയണം, നീ വേഗത്തിലാക്കിയില്ലെങ്കിൽ നിൻ്റെ ഫ്ലൈറ്റ് നഷ്ടമാകും. അതെങ്ങനെ പറയും? യു വിൽ മിസ് യുവർ ഫ്ലൈറ്റ് ഇഫ് യു ഡോണ്ട് ഹറി അപ്പ്. യു വിൽ മിസ് യുവർ ഫ്ലൈറ്റ് ഇഫ് യു ഡോണ്ട് ഹറി അപ്പ്. യു വിൽ മിസ് യുവർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ ഫ്ലൈറ്റ് നഷ്ടമാകും എന്നാണ്. ഇഫ് യു ഡോണ്ട് ഹറി അപ്പ് എന്ന് പറഞ്ഞാൽ നീ വേഗത്തിൽ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വേഗത്തിലാക്കിയില്ലെങ്കിൽ നിൻ്റെ ഫ്ലൈറ്റ് നഷ്ടപ്പെടും എന്നാണ് മീനിങ്. യു വിൽ മിസ് യുവർ ഫ്ലൈറ്റ് ഇഫ് യു ഡോണ്ട് ഹറി അപ്പ്. അടുത്തത് കടം വാങ്ങുക. കടം വാങ്ങുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ബോറോ എന്നാണ്. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ കടം വാങ്ങിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? വാങ്ങിച്ചു എന്ന് പറയാൻ ബോറോയുടെ പാസ്റ്റ് ടെൻസ് ബോറോഡ് എന്ന് വരും. ഐ ബോറോഡ് 5000 rupees from him. I borrowed 5000 rupees from him. From him എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് എന്നാണ്. സോ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ കടം വാങ്ങിച്ചു എന്ന് പറയാനാണ് I borrowed 5000 rupees from him. ഇനി കടം കൊടുക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? ലെൻഡ്. അതായത് നിനക്കൊരു കുട വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം കടം തരാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇഫ് യു നീഡ് ആൻ അംബ്രല്ല ഐ വിൽ ലെൻഡ് യു വൺ. ഇഫ് യു നീഡ് ആൻ അംബ്രല്ല ഐ വിൽ ലെൻഡ് യു വൺ. ഇഫ് യു നീഡ് ആൻ അംബ്രല്ല എന്ന് പറഞ്ഞാൽ നിനക്കൊരു കുട വേണമെങ്കിൽ എന്നാണ്. ഐ വിൽ ലെൻഡ് യു വൺ. ഞാൻ ഒരെണ്ണം നിനക്ക് കടം തരാം. ഇഫ് യു നീഡ് ആൻ അംബ്രല്ല ഐ വിൽ ലെൻഡ് യു വൺ. ഇനി അടുത്തത് ചെലവഴിക്കുക. ചെലവഴിക്കുക എന്ന് പറയുന്നത് സ്പെൻഡ് എന്നാണ്. സ്പെൻഡ്. അപ്പോൾ അവൻ്റെ പണമെല്ലാം ചെലവഴിച്ചു എന്ന് പറയണം. അപ്പോൾ സ്പെൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? അതും സ്പെൻഡാണ്, പക്ഷെ അതിൻ്റെ സ്പെല്ലിങ് SPENT ആണ്. ഓക്കെ. അപ്പോൾ അവൻ്റെ പണമെല്ലാം ചെലവഴിച്ചു എന്ന് പറയാൻ ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി. ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി. ഓൾ ഹിസ് മണി എന്ന് പറഞ്ഞാൽ അവൻ്റെ പണം മുഴുവൻ എന്നാണ്. സോ അവൻ്റെ പണം മുഴുവൻ ചെലവഴിച്ചു എന്ന് പറയാനാണ് ഹി സ്പെൻഡ് ഓൾ ഹിസ് മണി. ഇനി അടുത്തത് നിറയുക എന്ന് പറയത്തില്ലേ? അപ്പം നിറയുക എന്ന് പറയാൻ ഫിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ കണ്ണുനീർ കൊണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഫിൽ എന്ന് പറഞ്ഞാൽ നിറയുക എന്നാണ്. നിറഞ്ഞു എന്ന് പറയാനാണ് ഫിൽഡ് എന്ന് പറഞ്ഞത്. കണ്ണുനീർ എന്ന് പറയാൻ ടീയേഴ്സ്. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. അവൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഇനി അടുത്ത വേർഡാണ് എക്സ്ക്യൂസ്. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഒഴികഴിവ് അല്ലെങ്കിൽ മാപ്പ് കൊടുക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അവൻ എന്ത് ഒഴികഴിവാണ് പറഞ്ഞത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് എക്സ്ക്യൂസ് ഡിഡ് ഹീ സേ? വാട്ട് എക്സ്ക്യൂസ് ഡിഡ് ഹീ സേ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ഒഴികഴിവാണ് പറഞ്ഞത് എന്നാണ് മീനിങ്. വാട്ട് എക്സ്ക്യൂസ് ഡിഡ് ഹീ സേ. ഇനി അടുത്തത് ഉദ്ദേശം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇൻറ്റൻഷൻ. ഇൻറ്റൻഷൻ. അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു നമ്മൾ ചോദിക്കത്തില്ലേ?
വാട്ട് വാസ് ഹിസ് ഇൻറ്റൻഷൻ? വാട്ട് വാസ് ഹിസ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ്. വാട്ട് വാസ് ഹിസ് ഇൻറ്റൻഷൻ. ഇനി അടുത്തതാണ് അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നാണ് മീനിങ്. അതായത് നമ്മൾ ചോദിക്കത്തില്ലേ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സ്വീകരിക്കുമോ? അതെങ്ങനെ ചോദിക്കും? ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കുമോ എന്നാണ് മീനിങ്. ഇനി അടുത്തത് എക്സെപ്റ്റ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നുള്ള മീനിങ് ആണ്. അതായത് അവർ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ദേ വർക്ക് എവറി ഡേ എക്സെപ്റ്റ് സൺഡേ. ദേ വർക്ക് എവറി ഡേ എക്സെപ്റ്റ് സൺഡേ. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നാണ്. അപ്പം ഞായറാഴ്ച ഒഴികെ അവർ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു എന്ന് പറയാനാണ് ദേ വർക്ക് എവറി ഡേ എക്സെപ്റ്റ് സൺഡേ. ഇനി അടുത്തതാണ് പ്രതീക്ഷിക്കുക. പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് എന്നാണ്. എക്സ്പെക്റ്റ്. സോ ഞാൻ അവനിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അതെങ്ങനെ പറയും? ഐ എക്സ്പെക്റ്റ് എ റിപ്ലൈ ഫ്രം ഹിം. ഐ എക്സ്പെക്റ്റ് എ റിപ്ലൈ ഫ്രം ഹിം. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി എന്നാണ്. ഫ്രം ഹിം എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന്. സോ ഐ എക്സ്പെക്റ്റ് എ റിപ്ലൈ ഫ്രം ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് മീനിങ്. സോ ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. അക്സെപ്റ്റ്, ACCEPT എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നാണ്. എക്സെപ്റ്റ്, EXCEPT ആണെങ്കിൽ ഒഴികെ എന്നുള്ള മീനിങ് ആണ്. പിന്നെ എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നാണ്. ഇനി അടുത്തത് നയിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ലീഡ്. ലീഡ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, എനിക്ക് വഴി അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ നയിക്കുന്നതാണ് നല്ലത് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ ദ വേ, സോ യു വുഡ് ബെറ്റർ ലീഡ്. ഐ ഡോണ്ട് നോ ദ വേ, സോ യു വുഡ് ബെറ്റർ ലീഡ്. ഐ ഡോണ്ട് നോ ദ വേ എന്ന് പറഞ്ഞാൽ എനിക്ക് വഴി അറിയില്ല എന്നാണ്. സോ യു വുഡ് ബെറ്റർ ലീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നയിക്കുന്നതാണ് നല്ലത് എന്നാണ് മീനിങ്. ഐ ഡോണ്ട് നോ ദ വേ, സോ യു വുഡ് ബെറ്റർ ലീഡ്. ഇനി അടുത്തത് ഗുണമേന്മയുള്ള എന്ന് നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ക്വാളിറ്റി. ക്വാളിറ്റി. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വളരെ ഉയർന്ന ഗുണനിലവാരമുള്ളതാണ് അല്ലെങ്കിൽ ഗുണമേന്മയുള്ളതാണ് എന്ന് പറയണം. അത് എങ്ങനെ പറയും? Their products are of very high quality. Their products are of very high quality. Very high quality എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഗുണമേന്മയുള്ള എന്നാണ് മീനിങ്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയാനാണ് their products. Their products are of very high quality. ഇനി അടുത്ത വേർഡാണ് bear. bear എന്ന് പറഞ്ഞാൽ സഹിക്കുക, വഹിക്കുക എന്നൊക്കെയാണ് മീനിങ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ നീ ഉത്തരവാദിത്തം വഹിക്കണം എന്ന് പറയണം. അതെങ്ങനെ പറയും? യു ഹാവ് ടു ബെയർ ദ റെസ്പോൺസിബിലിറ്റി ഇഫ് തിങ്സ് ഗോ റോങ്. യു ഹാവ് ടു ബെയർ ദ റെസ്പോൺസിബിലിറ്റി ഇഫ് തിങ്സ് ഗോ റോങ്. യു ഹാവ് ടു ബെയർ ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നീ ഉത്തരവാദിത്തം വഹിക്കണം എന്നാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ഇഫ് തിങ്സ് ഗോ റോങ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ എന്നുള്ളൊരു മീനിങ് ആണ്. സോ യു ഹാവ് ടു ബെയർ ദ റെസ്പോൺസിബിലിറ്റി ഇഫ് തിങ്സ് ഗോ റോങ്. ഇനി അടുത്തത് സമ്മാനം എന്ന് പറയത്തില്ലേ. അപ്പം പല വാക്കുകളുണ്ട്, അതിലൊരു വാക്കാണ് പ്രസൻറ്റ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ അവനൊരു സമ്മാനം കൊടുത്തു. ഐ ഗേവ് ഹിം എ പ്രസൻറ്റ്. ഐ ഗേവ് ഹിം എ പ്രസൻറ്റ്. ഇവിടെ കൊടുക്കുക എന്നുള്ളത് ഗീവ് എന്നാണ്. അപ്പോൾ കൊടുത്തു എന്ന് പറയാൻ ഗീവിൻ്റെ പാസ്റ്റ് ടെൻസ് ഗേവ് വരും. ഐ ഗേവ് ഹിം എ പ്രസൻറ്റ്. ഞാൻ അവനൊരു സമ്മാനം കൊടുത്തു. ഇനി അടുത്ത വാക്കാണ് പങ്കെടുക്കുക. പങ്കെടുക്കുക എന്ന് പറയുന്നത് അറ്റൻഡ് എന്നാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നീ മീറ്റിങ്ങിൽ പങ്കെടുത്തോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു അറ്റൻഡ് ദ മീറ്റിംഗ്. ഡിഡ് യു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നീ മീറ്റിങ്ങിൽ പങ്കെടുത്തോ എന്നാണ് മീനിങ്. ഇനി നമ്മൾ അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? കണ്ടീഷൻ. സോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതെങ്ങനെ പറയും? ഹിസ് കണ്ടീഷൻ ഇസ് വെരി ബാഡ്. ഹിസ് കണ്ടീഷൻ ഇസ് വെരി ബാഡ്. ഹിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ.
വെരി ബാഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. സോ അവൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയാനാണ് ഹിസ് കണ്ടീഷൻ ഈസ് വെരി ബാഡ്. ഇനി അടുത്തത് സന്ദർശിക്കുക. സന്ദർശിക്കുക എന്ന് പറയാൻ വിസിറ്റ്. അപ്പോൾ ഞാൻ അവൻ്റെ ഓഫീസ് കഴിഞ്ഞയാഴ്ച സന്ദർശിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? സന്ദർശിക്കുക എന്ന് പറയാൻ വിസിറ്റ്. അപ്പോൾ സന്ദർശിച്ചു എന്ന് പറയുന്നത് വിസിറ്റഡ്. ഐ വിസിറ്റഡ് ഹിസ് ഓഫീസ് ലാസ്റ്റ് വീക്ക്. ഐ വിസിറ്റഡ് ഹിസ് ഓഫീസ് ലാസ്റ്റ് വീക്ക്. അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ച അവൻ്റെ ഓഫീസ് സന്ദർശിച്ചു എന്നാണ് മീനിങ്. ഐ വിസിറ്റഡ് ഹിസ് ഓഫീസ് ലാസ്റ്റ് വീക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ഇംഗ്ലീഷ് വേർഡ്സ് കണ്ടു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.